ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫ്ലെയർ റൈറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ Q4 റിസൾട്ട്, അതുപോലെ FY26 ഫുൾ റിസൾട്ട്, അതുകൂടാതെ അടുത്ത വർഷത്തേക്ക് FY27 എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം, മാനേജ്മെന്റ് കമന്ററി എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ വാല്യൂഷൻസ്, ഫോർവേഡ് പി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു കമ്പനി വരുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ഡോംസ് വരുന്ന അതേ സെക്ടറിൽ നിന്നാണ്. ഡോംസിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. Q4 റിസൾട്ട്, അതുപോലെ തന്നെ FY27 ഗൈഡൻസ് കാര്യങ്ങളെല്ലാം അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഡോംസും ഈ കമ്പനിയൊക്കെ വരുന്നത് ഓഫീസ് സ്റ്റേഷനറി അല്ലെങ്കിൽ സ്കൂളിസ്റ്റിക് സ്റ്റേഷനറി പോലത്തെ ആ ഒരു സെക്ടറിലാണ് വരുന്നത്. അതായത് നമ്മുടെ പെൻസ് അല്ലെങ്കിൽ നോട്ട്ബുക്കുകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കെച്ച് പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ് ഈ ഡോംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്ലെയർ ആണെങ്കിലും. കഴിഞ്ഞ ക്വാർട്ടറിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഈ സെക്ടറിലെ 4 മേജർ കമ്പനികളുടെ റിസൾട്ടും അതുപോലെ തന്നെ ഫുൾ ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു Q4ന്റെ റിസൾട്ട് സമയത്ത്. ഈ ഒരു സെക്ടറിനെ ട്രാക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 4 കമ്പനികളുടെ ഡോംസ്, ഫ്ലെയർ, അതുപോലെ ലിങ്ക്, കോക്യോ, ക്യാംലിൻ, ഈ 4 കമ്പനികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാവുന്നതാണ്. അതിനുശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനി കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലെയർ ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് ഓഫീസ് സ്റ്റേഷനറി അല്ലെങ്കിൽ സ്കൂളിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേഷനറികൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിനായിട്ട് ബിസിനസ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് പെന്നിന്റെ ബിസിനസ് ഉണ്ട്. പെൻസ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്വന്തം ഓൺ ബ്രാൻഡിലുള്ള പെൻസ് ഉണ്ട്. ഓൺ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ 2-3 ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകളുടെയൊക്കെ പേരിൽ വരുന്ന അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ OEM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേറെ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പെന്ന് കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അവരുടെ ബ്രാൻഡിന്റെ പേരിൽ സെല് ചെയ്യും. ആ രീതിയിൽ 2 രീതിയിൽ ഇവർ പെന്ന് മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ പെൻസ് ആണെങ്കിൽ ഇവർ ഡൊമസ്റ്റിക് മാർക്കറ്റിലും സെല് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്വന്തം ബ്രാൻഡും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ OEMസിന്റെ ഇവർ ഡൊമസ്റ്റിക്കിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം പെന്നിന്റെ കാര്യത്തിൽ. പിന്നെ അതല്ലാതെ 2 സെഗ്മെന്റും കൂടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇവരെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. സ്കെച്ച് പെൻസ്, അതേപോലെ തന്നെ കളറിംഗ് മെറ്റീരിയൽസ്, അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇവർ ക്രിയേറ്റീവിൽ വരുന്നത്. അതിൽ മാർജിൻ കൂടുതലാണ്. പിന്നെ അതുകൂടാതെ മൂന്നാമതായിട്ടുള്ള ഇവരുടെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബോട്ടിൽസ്, അതല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ മാനുഫാക്ചർ ചെയ്യുക, സെയിൽ ചെയ്യുന്നുണ്ട്. ഈ 2 വിങ്ങും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത വിങ്ങുകളാണ്. ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്റ്റീൽ ബോട്ടിലിന്റെ ആണെങ്കിലും ഈ 2 വിങ്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ഈ കമ്പനിയിൽ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു സെക്ടറിലൊക്കെ എന്തൊക്കെ ഗ്രോത്ത് ആണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ Q4ന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ Q4ൽ ഇവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 8.5% മാത്രമേ ഉള്ളൂ. റവന്യൂ ഗ്രോത്ത് നോർമലി 18-19% വന്നിട്ടുണ്ട് കമ്പനിയിൽ. ഈ ഒരു ക്വാർട്ടറിൽ 8.5% മാത്രം റവന്യൂ ഗ്രോത്ത് Q4ൽ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 18% മുകളിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. അതായത് കമ്പനിക്ക് മാർജിൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡോംസിന്റെ കേസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർജിന്റെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കമ്പനിയിൽ അങ്ങനെ അഫക്ട് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ നേരത്തെ തന്നെ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ ഇതിന്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആയതും കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യാത്തത് ഇവരുടെ ഇൻവെന്ററി ഇവർ നേരത്തെ തന്നെ അക്വയർ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ്. സോ അടുത്തൊരു ക്വാർട്ടറിൽ Q1 വരുമ്പോഴത്തേന് ഡോംസിന്റെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ പറഞ്ഞ റോ മെറ്റീരിയൽ പ്രൈസ് അല്ലെങ്കിൽ മാർജിൻസ് കാര്യങ്ങളെല്ലാം അഫക്ട് ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇതേ മാനേജ്മെന്റ് പറഞ്ഞ് ഈ മാനേജ്മെന്റ് ഫ്ലെയറിന്റെ മാനേജ്മെന്റ് പറയുന്നത് തന്നെയാണ് അടുത്ത ക്വാർട്ടറിൽ മാർജിൻസിലൊക്കെ ഡിപ്പ് വരാനുള്ള സാധ്യതയുണ്ടെന്നും, അല്ലെങ്കിൽ എന്തായാലും ഡിപ്പ് വരും എന്നുള്ള. കാരണം ഇപ്പോൾ 1.5 മാസത്തോളായാലും ഈ ഒരു ക്വാർട്ടറിലേക്ക്. ആ ഒരു സമയത്ത് അവർ പറയുന്നത് അടുത്ത ക്വാർട്ടറിൽ എന്തായാലും മാർജിൻസ് ഡിപ്പ് ആവും എന്നുള്ള കാര്യം തന്നെയാണ്. ഈ വാർ ഈ 2 കമ്പനിയെ അഫക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിനെ അഫക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ഈ പറഞ്ഞ ഇവരുടെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ക്രൂഡ് ഓയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35% റോ മെറ്റീരിയലും ക്രൂഡ് ഓയിലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഡോംസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 60% റോ മെറ്റീരിയലും ഈ പറഞ്ഞ ക്രൂഡുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ആണ്. ഡയറക്റ്റ് ഏകദേശം 40%, അതേപോലെ 20% ഇൻഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ഉള്ള. ഈ കമ്പനിക്ക് 35% ആണ് ക്രൂഡ് ഓയിലുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് റോ മെറ്റീരിയലിന്റെ കാര്യത്തിൽ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ കോസ്റ്റിൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുകയും മാർജിൻസിനെ കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാനേജ്മെന്റ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫുൾ ഇയർ FY26 നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 15.8% ആണ്. അതായത് 16% അടുത്തേക്ക് അവരുടെ റവന്യൂ ഗ്രോത്ത് എത്തിയിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 15% റവന്യൂ ഗ്രോത്ത് ആയിരുന്നു മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരുന്നത്. അതിന് മുകളിലേക്ക് അവർക്ക് റവന്യൂ ഗ്രോത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 19% അടുത്തവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ. ഡോംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോംസിൽ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഈ കമ്പനിക്ക് ക്ലിയർ ആയിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞിട്ട് അവർക്ക് ഈ പറഞ്ഞ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് കുറയാനുള്ള റീസൺ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പെൻ എന്ന് പറയുന്ന സെഗ്മെന്റിൽ അവരുടെ OEMൽ അവർ ഓൺ ബ്രാൻഡിലല്ല OEM സെയിൽസിൽ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് തന്നെ ഇവരുടെ മേജർ ആയിട്ടൊരു ക്ലയന്റിനെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഇപ്പോൾ വാർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഇവരുടെ ഒരു 25% എക്സ്പോർട്ട് വരുന്നത് മിഡിൽ ഈസ്റ്റേക്കാണ്. സോ എക്സ്പോർട്ട് നല്ല രീതിയിൽ അഫക്ട് ചെയ്യുക, പ്രത്യേകിച്ച് OEM എക്സ്പോർട്ട് നല്ല രീതിയിൽ അഫക്ട് ആയിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക്കിൽ OEMന്റെ സെയിൽസിൽ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഓവറോൾ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞിട്ടുള്ളത്. 46% മറ്റ് അവർ OEMന്റെ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ നോക്കുന്ന സമയത്ത്. വേറെ ബാക്കിയുള്ള സെഗ്മെന്റിലൊക്കെ നല്ല ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രിയേറ്റീവിൽ ഏകദേശം 84-85% ഗ്രോത്ത് ക്വാർട്ടർ ഓൺ ഇയർ നോക്കുമ്പോഴത്തേന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ക്രിയേറ്റീവിൽ 74-75% ഗ്രോത്ത് ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ സ്റ്റീൽ ബോട്ടിലെ കാര്യം നോക്കിയാൽ സ്റ്റീൽ ബോട്ടിൽ എനിക്ക് തോന്നുന്നു 90% മുകളിൽ ഈ ഒരു ക്വാർട്ടറിൽ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ 80% മുകളിൽ മറ്റോ ഈ പറഞ്ഞ സ്റ്റീൽ ബോട്ടിലും ഗ്രോത്ത് വന്നിട്ടുണ്ട് കമ്പനിയിൽ. അപ്പോൾ ഇവരുടെ മേജറായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെന്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻസ് ഇംപ്രൂവ് ആവുന്ന സെഗ്മെന്റിലും നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ക്രിയേറ്റീവ് ആണെങ്കിലും സ്റ്റീൽ ബോട്ടിലാണെങ്കിലും മാർജിൻസിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതിൻ്റെ അകത്ത് ഇവരുടെ എബിറ്റ മാർജിൻ നോക്കിയാൽ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ വർഷം ഏകദേശം 17.1 ഉണ്ടായിരുന്നത് ഇപ്പോൾ 18% അവരുടെ എബിറ്റ മാർജിൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഇവരുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മിക്സിന്റെ ചേഞ്ച് ആണ്. പെന്നിൽ നിന്ന് കൂടുതലായിട്ട് ഇവരുടെ ക്രിയേറ്റീവിലേക്ക് അതേപോലെ തന്നെ സ്റ്റീലിലേക്കുള്ള അതിന്റെ രണ്ടിന്റെ റവന്യൂയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. ഏകദേശം ക്രിയേറ്റീവ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 23-24% ഇപ്പോൾ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പെന്നിന്റെ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ പെന്നിലാണെങ്കിൽ പോലും ഇവരുടെ ഓൺ ബ്രാൻഡിന്റെ സെയിൽസ് ആണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരുന്നത് ഈ ഒരു Q4 ഒക്കെ ആവുന്ന സമയത്ത് ഇവരുടെ പെന്നിന്റെ സെക്ടറിൽ ഏകദേശം ഒരു ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് വരും എന്നുള്ള കാര്യം. ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8-9% ഗ്രോത്ത് വരുമെന്നാണ് കഴിഞ്ഞ Q3 റിസൾട്ട് അതുപോലെ തന്നെ Q2 റിസൾട്ട് വന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ OEMന്റെ സെയിൽസ് ഡിഗ്രോത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഓൺ ബ്രാൻഡിന്റെ സെയിൽസ് ഈ പറഞ്ഞ പോലെ 9% എത്തിയിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ രീതിയിൽ അവരുടെ ഓൺ ബ്രാൻഡ് ഗ്രോ ചെയ്യുന്നുണ്ട്. OEMന്റെ കാര്യത്തിൽ ആ ഗ്രോത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ഈ പെന്നിന്റെ സെക്ടറിൽ നിന്ന് ഗ്രോത്ത് പറഞ്ഞിരിക്കുന്നത് 5% ഗ്രോത്ത് ആണ് പെൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഗ്രോത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് സെഗ്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ ക്രിയേറ്റീവിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 50% ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ ബോട്ടിലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവിടെ 40% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക്. ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 15% ഗ്രോത്ത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം 15% ഗൈഡൻസ് ആയിരുന്നു വന്നിരുന്നത്. ഈ വർഷത്തേക്ക് 15% ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് എബിറ്റ മാർജിന്റെ ഗൈഡൻസും തരുന്നുണ്ട്. 18% ആണ് ഇപ്പോൾ എബിറ്റ മാർജിൻ. അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തെങ്കിലും രീതിയിൽ വാറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഫക്ട് ചെയ്താൽ ഒരു 1% വരെ അതിൽ ഡിപ്പ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് 17% വരെ എബിറ്റ മാർജിൻ കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അത് നമ്മൾ സെയിം ടൈമിൽ ഡോംസിന്റെ കാര്യം നോക്കിയാൽ ഡോംസിന്റെ മാനേജ്മെന്റ് ഈ രീതിയിലുള്ള ഗൈഡൻസ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെന്ന് നമ്മൾ നോക്കണം. അവർ എബിറ്റ മാർജിനെ പറ്റിയിട്ടോ പ്രോഫിറ്റ് മാർജിനെ പറ്റിയിട്ടോ ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിപ്പോൾ 18% ഉള്ളത് 18 തന്നെയാണ് ഇവർ ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. 1% കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ 18% ഇവർ ഗൈഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് മിക്സിലുള്ള ചേഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ക്രിയേറ്റീവിന്റെ ഈ പറഞ്ഞ റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിൽസിന്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ട്. ക്രിയേറ്റീവ് ഒക്കെ ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞില്ല 23-24% ആണ് റവന്യൂ കോൺട്രിബ്യൂഷൻ. അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആകുന്ന സമയത്ത് അത് ഏകദേശം 30% ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റീൽ ബോട്ടിലിന്റെ ആണെങ്കിൽ റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടുകയാണ്. സോ ഈ രണ്ട് സാധനങ്ങളും ഇങ്ങനെ കൂടുന്നതുകൊണ്ട് തന്നെ ഇവരുടെ 18 ഇപ്പം നോർമൽ ഒരു സിനാരിയോ ആണെങ്കിൽ ഇപ്പോൾ വാർ സിറ്റുവേഷൻ ഒന്നുമില്ല, റോ മെറ്റീരിയൽ ഇങ്ങനെ പ്രൈസ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ 18 എന്നുള്ള പ്രോഫിറ്റ് മാർജിൻ എബിറ്റ മാർജിൻ അതിന് മുകളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വാറിന്റെ സിനാരിയോ ഉള്ളതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് 18 ഗൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല മാക്സിമം ഒരു 17 വരെ കുറയാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ അടുത്തൊരു ക്വാർട്ടറിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 4% അഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ അത് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ 17 മുകളിൽ തന്നെ എബിറ്റ മാർജിൻ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇൻ കേസ് ആ മാനേജ്മെന്റ് ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് Q1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 18% അടുത്തേക്ക് വരെ എബിറ്റ മാർജിൻ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കൃത്യമായിട്ട് മാനേജ്മെന്റ് ക്യാപെക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ക്യാപെക്സ് അതായത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ 20 കോടിയോളം ഒരു ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സൂററ്റിലെ പ്ലാന്റിൽ. അത് ഓൾറെഡി അവിടെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വത്സാദിൽ പുതിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ട്. സോ അതും ഈ ഒരു Q1 തൊട്ടിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ട് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് മാർജിൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടർ ഈ പറഞ്ഞ ക്രിയേറ്റീവ് സെഗ്മെന്റിലേക്ക് കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുന്ന സമയത്താണ്. പിന്നെ അതുപോലെ തന്നെ കമ്പനി നല്ല രീതിയിൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ CFO എന്ന് പറയുന്നത് ഏകദേശം 134-135 കോടിയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്നത്. ഫുൾ ഇയറിൽ അവരുടെ പാറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 141 കോടിയാണ് അവർ ഫുൾ ഇയറിലുള്ള പാറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 135 കോടിയോളം അവർക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ള കാര്യമാണ്. നല്ല രീതിയിൽ കമ്പനി ക്യാഷ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇപ്പം ഈ IPO ഫണ്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ക്യാപെക്സ് കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റിലും കാര്യങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള ഇൻക്രീസ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ വരാനായിട്ട് പോകുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഡിപ്രീസിയേഷനിൽ ചെറിയ രീതിയിൽ ഇൻക്രീസും കാര്യങ്ങളൊക്കെ വരും, കാരണം പുതിയൊരു ഫെസിലിറ്റി കൂടെ വന്നിട്ടുള്ള സ്ഥിതിക്ക്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് കമ്പനി ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 1250 കോടിയാണ് റവന്യൂ ചെയ്തത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസിനനുസരിച്ചിട്ട് ഒരു 15% മുകളിൽ ഗ്രോ ചെയ്താൽ ഏകദേശം 1450 കോടിയിലേക്കൊക്കെ അവരുടെ ഒരു റവന്യൂ ടോപ്പ് ലൈൻ എത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഏകദേശം 17% എബിറ്റ മാർജിൻ ആണ്. 18 ആണ് മാനേജ്മെന്റ് പറയുന്നതെങ്കിൽ 17 വരെ കുറയാൻ സാധ്യതയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും കുറവെടുത്ത് നോക്കിയാൽ 17% ആണ് വരാൻ സാധ്യത. അപ്പോൾ 17% വെച്ച് നോക്കുമ്പോഴത്തേന് അവരുടെ പാറ്റ് എന്ന് പറയുന്നത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ വലിയ രീതിയിൽ പാറ്റിൽ ഇംപ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 141 കോടിയുള്ള ഒരു 142, 143 അല്ലെങ്കിൽ 145 കോടിക്ക് താഴെ വരാനാണ് സാധ്യത കൂടുതൽ. ഇനി അതല്ല മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ 18% തന്നെ കമ്പനിക്ക് എബിറ്റ മാർജിൻ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 155-160 കോടിയിലേക്കൊക്കെ അവരുടെ പ്രോഫിറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. സോ ആ ഒരു രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കമ്പനിയുടെ കറണ്ട് PE എന്ന് പറയുന്നത് ഏകദേശം 22-22.5 അതിൽ ഈ പറഞ്ഞ പോലെ
18% എബിറ്റ മാർജിൻ വന്നാൽ അതൊരു 20 പിയിലേക്കും, അതല്ല ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 22-23 പിയിലായിരിക്കും കമ്പനി അവൈലബിൾ ആകാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഏകദേശം പെഗ് റേഷ്യോ നോക്കിയാൽ 1.3 തൊട്ട് 1.5 ഇടയ്ക്കാണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ കണ്ട അത്ര അട്രാക്റ്റീവ് ആയിട്ടല്ല സ്റ്റോക്ക് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വാറിന്റെ ഇത്തരം പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അല്ല റോ മെറ്റീരിയലിന്റെ പ്രൈസിനെ ഇങ്ങനെ അഫക്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഡോംസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡോംസിന്റെ സെയിൽസ് ഗ്രോത്ത് കുറയും, ഇവരുടെ സെയിൽസ് ഗ്രോത്ത് കൂടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഡോംസിന്റെ കാര്യത്തിൽ അതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ നമുക്ക് ഇവരിൽ ആരാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റും, ഫ്ലെയർ തന്നെയാണ് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോഴത്തേന് ഇതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അടുത്ത ക്വാർട്ടറിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനാണ് നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ടറിൽ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഈ പറഞ്ഞ വാറിന്റെ എഫക്ട് കൊണ്ടിട്ട് ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആയതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, അതുപോലെ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ള കാര്യങ്ങളും അതൊക്കെ എത്ര രീതിയിൽ ഇവരെയൊക്കെ മാർജിൻസിനെ അഫക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് Q1 റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു ധാരണ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഫ്ലെയർ ഏതായാലും ഇപ്പം തീരെ മോശമായി പോയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവരും 15% മുകളിലേക്ക് ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 18% മാർജിനൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ചിലപ്പോൾ റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോംസിന്റെ ഇപ്പം നമ്മൾ പി റേഷ്യോ നോക്കിയാൽ ഇപ്പോൾ കറണ്ട് പി തന്നെ ഉള്ളത് ഏകദേശം ഒരു 60-60 അവരുടെ കറണ്ട് പി ഉള്ള ഡോംസിന്റെ. സെയിം ടൈമിൽ ഫ്ലെയറിന് നോക്കി കഴിഞ്ഞാൽ അവരുടെ 22-23 അവരുടെ പി റേഷ്യോ ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ പെർഫോമൻസ് ഡോംസിന്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ അടുത്തൊരു ക്വാർട്ടറിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട്. കാരണം വെച്ചാൽ ആ ഒരു റിസൾട്ട് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡോംസിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഫ്ലെയറിൽ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യാം. അതുപോലെ താല്പര്യമുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.